നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അമീനെ ആറ്റ്ലിയുടെ അവസാനത്തെ കിക്കിൽ ലിവർപൂൾ വീണുപോയി. 2-0 പുറകിൽ പോയിട്ട് 2-2 സമനില പിടിച്ചിട്ട് ഇഞ്ചുറി ടൈമിൽ ഏതാണ്ട് കളിയുടെ അവസാന കിക്കിൽ ഗോൾ വഴങ്ങി പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു ലിവർപൂൾ. നിരാശയാണ് ലിവർപൂൾ ആരാധകർക്ക് ഈ സീസണിൽ പ്രീമിയർ ലീഗ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കളിയിൽ വാൻഡേക്കും സബോസ്ലയും ലിവർപൂളിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയപ്പോൾ ഇവാനിൽസനും ഹിമനസും ആഡ്ലിയുമാണ് ബേൺമൗത്തിൻ്റെ ഗോളുകൾ നേടിയത്. ബേൺമൗത്തിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ഗാക്പോ, മോസല, സബോസ്ലായ്, ഫ്ലോറിൻ വേർഡ്സ് എന്നിവരൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ആർനെ സ്ലോട്ട് തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. മറുഭാഗത്ത് ഇവാനിൽസനും ആഡ്ലിയും ഹിമനസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ബേൺമൗത്തിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയിൽ 2-0 ലീഡിലേക്ക് ബേൺമൗത്ത് കടന്നു പോകുന്നതാണ് ആദ്യ പകുതിയിൽ നമ്മൾ കാണുന്നത്. കളിയുടെ 26-ാമത്തെ മിനിറ്റിൽ ഇവാനിൽസനും 33-ാമത്തെ മിനിറ്റിൽ ഹിമനസും ഗോളടിച്ചു. എന്നാൽ വാൻഡൈക്കിലൂടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഗോൾ മടക്കി 2-1 എന്ന രൂപത്തിലേക്ക് ലിവർപൂൾ കൊണ്ടുപോയി. രണ്ടാം പകുതിയിൽ സബോസ്ലായി വീണ്ടും ഫ്രീ കിക്കിലൂടെ ഗോളടിക്കുന്ന ഇപ്പോൾ അദ്ദേഹം സ്ഥിരമാക്കുന്നു. അത് അദ്ദേഹം വീണ്ടും ചെയ്തു. 2-2 സമനിലയിലേക്ക് കളി. അങ്ങനെ നിൽക്കവെയാണ് അവസാന ഘട്ടത്തിൽ ആഡ്ലിയുടെ ഗോൾ പിറക്കുന്നത്. ആ ഗോളോടുകൂടി 3-2 ബേൺമൗത്ത് വിജയിച്ച് കയറി. 23 കളികളിൽ നിന്ന് 36 പോയിൻറ്റോടെ ലിവർപൂൾ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 4-ാം സ്ഥാനത്താണ്. ഇന്ന് മറ്റ് ടീമുകൾക്ക് കളിയുണ്ട്. ലിവർപൂൾ കൂടുതൽ താഴേക്ക് പോകാനാണ് സാധ്യത. കളിക്ക് ശേഷം വാൻഡൈക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യ ഗോള് ഞാൻ വിചാരിക്കുന്നു അത് ബോൾ ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസ് ആയിരുന്നു. കാറ്റ് വലിയ ട്രിക്കി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവിച്ചു പോയതാണ് ആദ്യ ഗോൾ വഴങ്ങിയത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ആർനെ സ്ലോട്ടും അത് തന്നെ ആവർത്തിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗോളിന് വാൻഡൈക്കിനെ കുറ്റപ്പെടുത്തുന്നത് പൂർണ്ണമായും ശരിയല്ല. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ത്രൂ ഔട്ട് ദി ഗെയിം എങ്ങനെയാണ് കാറ്റ് ഈ കളിയെ ബാധിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ആർനെ സ്ലോട്ടും പറയും. എന്തായാലും കാറ്റിനെയും മറ്റുമൊക്കെ പഠിക്കാം. ഇതേപോലെ തന്നെയാണ് എതിരാളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തോൽവി നിരാശയുണ്ടാക്കുന്നത് തന്നെയാണ് ലിവർപൂൾ ആരാധകർക്ക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.